ஜீவன் எனக்காக தந்தீர், உம் இரத்தம் எனக்காக சிந்தீர், உம் ஜீவன் எனக்காக தந்தீர், உம் இரத்தம் எனக்காக சிந்தீர், என் ஜீவனாள் முழுவதும் நான் உமக்காக ஸ்தோத்திரம் செய்வேன். என் ஜீவனாள் முழுவதும் நான் உமக்காக ஸ்தோத்திரம் செய்வேன். அப்பா, நான் என்ன செய்ய வேண்டும்? அப்பா, நான் எங்க செல்ல வேண்டும்? அப்பா, நான் என்ன செய்ய வேண்டும்? அப்பா, நான் எங்க செல்ல வேண்டும்? அருளும் 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 தகப்பா, அருளும் 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 தகப்பா. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം ഉൽപ്പത്തി 2-ാം അധ്യായം 7-ാമത്തെ വാക്യവും 8-ാമത്തെ വാക്യവുമാണ്. യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ ആക്കി. ആമേൻ. മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്നത് എല്ലാം ഉണ്ടാക്കിയ ശേഷമാണ്. ഇതൊരു വലിയ ദൈവത്തിൻ്റെ ഇടപെടലാണ്. എല്ലാം ഉണ്ടാക്കിയ ശേഷമാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. അതിൻ്റെ അർത്ഥം നമുക്ക് ഈ ഭൂമിയിൽ എന്തൊക്കെ വേണം അതെല്ലാം ഒരുക്കപ്പെട്ടതിന് ശേഷമാണ് ഒരമ്മയുടെ ഉദരത്തിൽ ദൈവം നമുക്ക് ജന്മം തന്നത്. നമ്മൾ ജനിച്ചു കഴിഞ്ഞല്ല നമുക്ക് വേണ്ടതെല്ലാം വരുന്നത്. നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ നമുക്ക് വേണ്ടതെല്ലാം ഒരുക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ജനിക്കാനിരിക്കുന്ന തലമുറയോട് പറയണം എല്ലാം നിവർത്തിക്കപ്പെട്ടെന്ന്. എല്ലാം ഒരുക്കപ്പെട്ടിരിക്കുന്നു, നീ വരിക. ആമേൻ. ഈ വചനത്തെ നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾക്ക് ഈ ഭൂമി ജീവിക്കാനുള്ളതെല്ലാം ദൈവം ഒരുക്കിയ ശേഷമാണ് ഒരമ്മയുടെ ഉദരത്തിൽ ദൈവം നിങ്ങൾക്ക് ജന്മം കൊടുത്തത്. അപ്പോൾ പറയും, പലതും ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇല്ലല്ലോ. ഇല്ല, അത് നിങ്ങളുടെ വഴിയാത്രകളിൽ വെളിപ്പെട്ടു വരും. ധൈര്യത്തോടെ ദൈവം പറയുന്ന അനുസരിച്ച് പ്രാർത്ഥിച്ച് സ്തോത്രം പറഞ്ഞ് മുൻപോട്ട് പോവുക. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സൽപ്രവൃത്തിക്കായിട്ട് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, നാം അത് ചെയ്തു പോരേണ്ടതിന് അതിനെ മുൻ ഒരുക്കിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണോ നമുക്ക് വേണ്ടത് അതെല്ലാം ദൈവം മുന്നമേ ഒരുക്കിയിരിക്കുകയാണ്. ഇവിടെ ഇതേ തിരുവചനമാണ് പറയുന്നത്. എല്ലാം ഒരുക്കിയ ശേഷം ആദാമിനെയും സൃഷ്ടിക്കുക. ദൈവം നിലത്തിലെ പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിക്കുക. അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതുകയാണ്. അങ്ങനെ അവൻ ജീവനുള്ള ദേഹിയായി തീരുകയാണ്. നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടതും അത് ആത്മീയമായിക്കോട്ടെ അത് ഭൗതികമായിക്കോട്ടെ എല്ലാം ദൈവം ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. പത്രോസിന്റെ ലേഖനം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ജീവനും ഭക്തിക്കായി ഇതൊക്കെയും അവൻ ഒരുക്കിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇത് പറഞ്ഞാൽ നമ്മുടെ ഭൗമിക ജീവിതത്തിനും നമ്മുടെ ആത്മീയ ജീവിതത്തിനും വേണ്ടതെല്ലാം കർത്താവ് ഒരുക്കിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നത് നമുക്ക് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ എല്ലാം നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തുവിലാണ്. യേശു കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, സകലതും നിവൃത്തിയായി. ബൈബിളിൽ ഉൽപ്പത്തിയിൽ ഈ വാക്കുണ്ട്, സകലവും നിവൃത്തിയായി. അതുപോലെ യേശുവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിലും ആ വാക്കുണ്ട്, സകലതും നിവൃത്തിയായി.
പിന്നെ ആ ഒരു വാക്ക് കാണുന്നത് വെളിപ്പാട് പുസ്തകത്തിലാണ്. സകലതിൻ്റെയും നിവർത്തി വന്നിരിക്കുന്നു. സൃഷ്ടിപ്പിന്റെ നിവർത്തി മുഴുവൻ വന്നിരിക്കുന്നു. ഉൽപ്പത്തിയിൽ യേശുവിന്റെ കാൽവറി മരണത്തോടുകൂടെ നമ്മുടെ രക്ഷയുടെ സകല നിവൃത്തിയും വന്നിരിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവിക പദ്ധതിയുടെ പൂർണ്ണ നിവൃത്തിയും വന്നിരിക്കുന്നു. ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ആകുലപ്പെടണ്ട. നിങ്ങൾക്ക് ഭൂമിയിൽ എന്തൊക്കെ വേണോ അതെല്ലാം ദൈവം ഒരുക്കിയ ശേഷമാണ് നിങ്ങൾ ഈ ഭൂമിയിലായിരിക്കുന്നത്. നിങ്ങൾ ഇന്നത് വിശ്വസിച്ചു, അടുത്ത ദിവസം തൊട്ട് അത്ഭുതങ്ങൾ കാണും. മോറിയ മലയിലേക്ക് അബ്രഹാം കയറുമ്പോൾ അവൻ അറിയുന്നില്ല, മറു സൈഡിലൂടെയും ഒരാട്ടുകൊറ്റനും കയറുന്നുണ്ട്. ഹല്ലേലൂയ. ഈ ഗിദെയോന്റെ ചരിത്രം പറയുമ്പോൾ മിദ്യാന്യർ ഈ ഇസ്രായേലിനെ പീഡിപ്പിക്കുന്ന കാലം 9 വർഷമായിരുന്നു. ഗിദെയോനോട് ദൈവം പറയുന്നത്, നിന്റെ വീട്ടിലുള്ള ആ 9 വയസ്സുള്ള ആ കാളക്കിടാവിനെ യാഗം കഴിക്കണമെന്ന. അവന്റെ വീട്ടിലുള്ള ഒരു കാളക്കിടാവിന്റെ പ്രായം പോലും ദൈവത്തിന് അറിയാമെങ്കിൽ ഈ മിദ്യാന്യർ ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ തന്നെ യാഗത്തിനുള്ള മൃഗം ദൈവം ഒരുക്കിയിരുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവത്തിന്റെ കരുതലുകൾ ഭയങ്കരമായിട്ടോ സാധാരണ കരുതലാണ്. അടുത്തൊരു ഭാഗം ഇവിടെ പറയുന്നു, അവനെ സൃഷ്ടിച്ച ശേഷം പിന്നെയും ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു ഏദൻ തോട്ടം ദൈവം വീണ്ടും ഉണ്ടാക്കുകയാണ്. അതിൻ്റെ അർത്ഥം ദൈവം എല്ലാം ഒരുക്കിയിരിക്കുന്നു, ഇനിയും ദൈവം ഒരുക്കും. ദൈവം എല്ലാം ഒരുക്കിയിരിക്കുന്നു, ഇനിയും ദൈവം ഒരുക്കും. എന്നിട്ട് പറയുന്നു, അവിടെ അവനെ ആക്കും. നിന്നെ എവിടെ എത്തിക്കണോ അവിടെ അവനാക്കും. ഹല്ലേലൂയ. എല്ലാം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു, അത് നീ തിരിച്ചറിയുക. 2, ഇനിയും ദൈവം നിനക്ക് വേണ്ടി ഒരുക്കും. 3, നിന്നെ എവിടെ ആക്കണമോ അവിടെ ദൈവം തന്നെ ആക്കും. നിന്റെ ലൈഫിന്റെ ഫുൾ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുത്തിരിക്കുന്നു. അതിന് നിങ്ങളൊരു ആമേൻ പറയണം. എനിക്ക് ഈ വചനം ഒത്തിരി ബലം തരുന്നു. നിന്റെ ഫുൾ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുത്തിരിക്കുകയാണ്. ഇത് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ. യാചനയല്ല, ആരാധനയാണ്. ഇന്നത്തെ ദിവസം ഈ വചനം കേൾക്കുമ്പോൾ കർത്താവ് എനിക്ക് വേണ്ടി എല്ലാം ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവിനെ ആരാധിക്കുക. നിങ്ങളുടെ ലൈഫ് യാചനകളിൽ നിന്ന് വഴിമാറി ആരാധനയിലേക്ക് തിരികുകയാണ്. ആ നിലയിലുള്ളൊരു അത്ഭുതം ദൈവം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിന് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങ് ഈ വ്യക്തിക്ക് വേണ്ടി, ഈ കുടുംബത്തിന് വേണ്ടി പരിശുദ്ധാത്മാവെ സകലതും അങ്ങ് ഒരുക്കിയിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, മേലാലും അങ്ങ് അവർക്കായി വഴികളെ ഒരുക്കി തുറന്നു കൊടുക്കുന്നതിന് സ്തോത്രം ചെയ്യുന്ന പിതാവേ. കർത്താവെ, അവരെത്തേണ്ട ദേശത്ത് അവരെത്തിക്കുന്നതിന് നന്ദി പറയും. കർത്താവെ, രാജ്യത്തിൻ്റെ വാതിൽ മക്കൾക്ക് വേണ്ടി അങ്ങ് തുറന്നു കൊടുക്കണമേ. കർത്താവെ, പൂർത്തീകരിക്കേണ്ട കാര്യങ്ങൾ പൂർത്തീകരിപ്പാൻ പരിശുദ്ധാത്മാവെ അങ്ങ് സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, അവർ എഴുതുന്ന എക്സാം എല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഡെസ്റ്റിനിയിലേക്ക് എത്തുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവേ, നിന്റെ മക്കളെ നീ അവർക്ക് വേണ്ടി ഒരുക്കിയത് അവർക്ക് കാണാനുള്ള കണ്ണ് തുറക്കണമേ. ആ ഹാഗാറിനെ പോലെ ഉറവയുള്ളിടത്ത് തന്നെ കരയുന്ന അവസ്ഥകൾ മാറട്ടെ. അവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ഉറവകൾ കാണട്ടെ. പ്രത്യേകിച്ച് കർത്താവ് കരുതി വച്ചിരിക്കുന്നതിലേക്ക് കയറുവാൻ കൃപ കൊടുക്കണമേ. ഈ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. ഒന്നുമില്ല എന്ന് പറയാൻ അനുവദിക്കരുത്. ഒന്നുമില്ലാത്തിടത്ത് നിന്ന് അത്ഭുതകരമായ ചില പുതിയ ഉറവകൾ അവർക്കായി തുറക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഉയർത്തി പ്രാർത്ഥിക്കുന്നു. നന്മയാൽ നിറയ്ക്കണമേ. എല്ലാ രോഗങ്ങളും സൗഖ്യമാകട്ടെ, എല്ലാ ക്ഷീണങ്ങളും മാറട്ടെ, എല്ലാ അസ്വസ്ഥതകളും മാറട്ടെ. ഇന്നത്തെ ദിവസം അനുഗ്രഹത്തിലും നന്മയിലും ഇവർ ചുവടുവെക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. സന്തോഷത്തോടെ ഇന്നത്തെ ദിവസം ചെലവഴിക്കാം. ശലോം.
ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.